എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആസ്തേനെയും മറ്റുള്ളവരെയും സ്മോക്ക് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ലോട്ടസിനെയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ലക്ക് അവരോടൊരു പ്ലാൻ പറയുന്നത്. സോ പ്ലാൻ പ്രകാരം തന്നെ ലോട്ടസിനെ അടിച്ച് അവർ താഴെ ഇടുന്നു. താഴെ വീണ ലോട്ടസിന്റെ കൈകളെല്ലാം ഒടിഞ്ഞിരിക്കുന്നു. അവന്റെ റിപ്സിലും വളരെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല. ക്ലോവർ കിണ്ടത്തിലും ഇവരെ പോലെ പവർഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ മേജിക് പോലുമില്ലാത്ത ഇവന്റെ കയ്യിൽ ഇത്രയും വലിയ സോഡ് എവിടെ നിന്ന് വന്നു? അവർ എന്നെ പിടിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നത് തന്നെയാ. പക്ഷെ ഇപ്പൊ മരിക്കാൻ എനിക്ക് സമയമില്ലടാ എന്ന് പറഞ്ഞ് ലോട്ടസ് സ്മോക്ക് ഉപയോഗിച്ച് ഒരു വണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ കയറി അവൻ രക്ഷപ്പെടുന്ന സമയത്ത് മര്യാദക്ക് നിൽക്കടാ എന്ന് പറഞ്ഞ ആസ്താവിന്റെ പുറകെ തന്നെ ഓടുന്നു. അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ് ലക്കു അവന്റെ പുറകെ തന്നെ പോവാണ്. ഇതേ സമയം ലോട്ടസിന്റെ കൂടെ വന്നിരുന്ന ആളുകളെല്ലാം തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷരാകുന്നു. എന്റെ ഈ സ്മോക്ക് ക്രിയേഷൻ മാജിക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും എന്നെ സഹായിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ് ലോട്ടസ്. എന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ് ലക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാ പെട്ടെന്നാണ് ഒരുപാട് സ്മോക്കുകൾ ചേർന്ന് അവനെ അതിൽ നിന്നും തടയുന്നത്. സോ അവരവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ആ തെണ്ടി രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുവാണ് ആസ്ത. അവൻ പോട്ടെ, പറ്റുന്നതിനും വേഗത്തിൽ അവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നമ്മുടെ മിഷൻ അതല്ലല്ലോ. സോ അത് വിട്ടേക്ക് എന്ന് പറയുവാണ് ലക്ക്. ശരി, നമുക്ക് പെട്ടെന്ന് പോണം, ആ ട്രഷർ കണ്ടുപിടിക്കണ്ടേ എന്ന് പറയുവാണ് ആസ്ത. അപ്പോഴാണ് ലക്കിന് അവിടെ വലിയ രീതിയിലുള്ള ഒരു മാജിക് എനർജി ഉള്ളതായിട്ട് മനസ്സിലാവുന്നത്. അവൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, വളരെയധികം സ്ട്രോങ് ആ. പക്ഷെ കാരണവുമില്ലാതെ അവൻ എന്തിന് ഇവിടെ നിന്ന് ഓടിപ്പോണം എന്ന് ചോദിക്കുവാണ് ലക്ക്. ഇതേ സമയമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട ലോട്ടസിനെ നമ്മൾ കാണുന്നത്. എല്ലാവരും ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെ പോയാ തീർച്ചയായിട്ടും നമുക്ക് ട്രഷർ ഹോളിലോട്ട് എത്താൻ പറ്റില്ല. ഞാനില്ലെങ്കിലും മോറിസ് അത് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞ ഡയമണ്ട് കിണ്ടത്തിന്റെ സീക്രട്ട് വെപ്പൺ തന്നെ അവനല്ലേ എന്ന് പറയുവാണ് ലോട്ടസ്. സോ ഇവന്റെ പേരാണ് മോറിസ്. യൂനോ തന്റെ ഡുവൽ മാജിക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടും അവനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. അവന്റെ നെറ്റിയിലിരിക്കുന്ന ഈ ജെൻ സ്റ്റോണിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു റൂമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഡയമണ്ട് കിണ്ടത്തില് ഒരുപാട് കൾട്ടിവേറ്റിംഗ് മേജേഴ്സ് ഉണ്ടായിരുന്നു. അവരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മാജിക് പവർ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ചെറിയ കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്കത് കൊടുക്കും. അങ്ങനെ അവരെ എല്ലാവരെയും ഒരു കോമ്പറ്റീഷന് തയ്യാറാക്കും. അതുകൊണ്ട് തന്നെ ആ മാജിക് അവരുടെ ബോഡി മുഴുവനായിട്ട് സ്പ്രെഡ് ആയി കാണും. അവസാനം നടക്കുന്ന കോമ്പറ്റീഷനിൽ ഒരാൾ മറ്റയാളെ തോൽപ്പിച്ച് ഇല്ലാതാക്കണം. അവസാനം ആരാണോ സർവൈവ് ചെയ്യുന്നത് അവരെ അവർ തെരഞ്ഞെടുക്കും. ഇവനും അങ്ങനെ ഒരുത്തനാണ് എന്ന് പറയാണ് ലൂണഡ്സ്. സോ എന്തൊക്കെ ചെയ്തിട്ടും ലൂണഡ്സിന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞാനൊരു നോബിലിറ്റിയാണ്, എലൈറ്റ് ഗോൾഡൻ ടൗണിന്റെ ഒരു മെമ്പറാണ് ഞാൻ. ഓൾറെഡി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറെ അവൻ അറ്റാക്ക് ചെയ്തു. ഇപ്പൊ ഒരു സാധാരണക്കാരനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇവനെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. സ്റ്റിൽ ക്രിയേഷൻ മാജിക് സ്പൈറൽ ലാൻസ് എന്ന് പറഞ്ഞ് ലൂണഡ്സ് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ് വേണ്ട എന്ന് വിളിച്ചു പറയുകയാണ് യൂനോ. പെട്ടെന്നാണ് അത് മോറിസിനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ലൂണഡ്സിന്റെ ആ അറ്റാക്ക് അവന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്ത് മിനറൽ ക്ലോണോ? സോ മോറിസ് ക്രിയേറ്റ് ചെയ്ത ആ മിനറൽ ക്ലോൺ ലൂണഡ്സിന്റെ സ്റ്റീൽ ക്രിയേഷൻ മാജിക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇല്ലാതാക്കുന്നു. പെട്ടെന്നാണ് അത് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്നാൽ ജസ്റ്റ് മിസ്സിന് ലൂണഡ്സ് അത് തടയുന്നു. എന്നാൽ ഇതേ സമയം മോറിസ് തന്റെ ആ വലിയ സോഡ് ഉപയോഗിച്ച് യൂനോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ നിന്ന് യൂനോ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും മോറിസ് അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ വലിയ സോഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുവാണ് മോറിസ്. പെട്ടെന്നാണ് ചുമരിൽ വെച്ച് യൂനോയെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നത്. വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്ന മോറിസിന്റെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവനെ അറഞ്ചം പറഞ്ഞ് അറ്റാക്ക് ചെയ്യാണ് യൂനോ. സോ പെട്ടെന്ന് തന്നെ യൂനോ തളർന്നു പോകുന്നു. നിന്റെ ഈ മാജിക് സത്യത്തിൽ വളരെയധികം മനോഹരമായിരുന്നു. എന്നാൽ അത് ഉപയോഗിച്ച് എന്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മോറിസ് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയ യൂനോ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപയോഗിച്ച് എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഈ ട്രെയിനിങ്ങിന്റെ ഒന്നും ഒരാവശ്യവും നമുക്കില്ല എന്ന് യൂനോ ആസ്തയോട് പറയുന്നു. ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരടി തിരിച്ചടിക്കാതെ ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് ആസ്ത യൂനോട് അടുത്തോട്ട് ഓടുന്നു. എന്ന് യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് ആസ്തയെ അടുത്തോട്ട് വരാതെ തടയുന്നു. തെറിച്ചു വീഴുന്ന ആസ്തയോട് വേണ്ട മതി നിർത്ത് എന്ന് പറയുകയാണ് യൂനോ. ഇല്ല, ഞാൻ ഇത് ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും തോറ്റു തരില്ലടാ എന്ന് ആസ്ത അവനോട് പറയുന്നു. സോ ഇതാലോചിച്ച് യൂനോ വീണ്ടും മോറിസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിന്നെ കൊണ്ട് സാധിക്കില്ല, തോറ്റു തന്നേക്ക്. ഇല്ല, തോറ്റു തരാൻ എനിക്ക് മനസ്സില്ലടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ സോഡ് ഉപയോഗിച്ച് യൂനോയെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. വിൻഡ് മാജിക് ഉപയോഗിച്ച് അത് അവൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. യൂനോയെ അവൻ കൊല്ലൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വളരെ വേഗത്തിൽ അങ്ങോട്ടൊരാൾ ഓടി വരുന്നത്. തന്റെ ഗ്രിമോയിൽ നിന്നും ആ സോഡ് പുറത്തെടുത്ത് മോറിസിന്റെ ആ വലിയ സോഡ് ഒറ്റ വെട്ട് അങ്ങ് വെട്ടുന്നു. നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. നീ ഇവനെ തൊടാൻ പാടില്ലായിരുന്നു.
കാരണം യുനോ എന്റെ എതിരാളിയാടാ. നീ എന്താ കളിക്കുവാണോ? എന്റെ കടമൊക്കെ ഞാൻ വീട്ടിൽ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ നിന്റെ കൂടെ എത്താൻ ശ്രമിക്കുമ്പോ നീ എന്താ ചാവ നിന്ന് കൊടുക്കുവാണോടാ? ഇവനെ പോലെ ഒരുത്തന്റെ മുമ്പിൽ നീ തോറ്റു കൊടുക്കാൻ പോവായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ആസ്ത. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് പോവേണ്ടി വന്നേനെ. ഇല്ല, ഞാൻ അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. എന്റെ അമ്മോ, നുണയൻ നുണയൻ, നീ എന്ത് നുണയനാടാ? പെട്ടെന്നാണ് മോറിസിന്റെ മനസ്സിലോട്ട് എന്തോ ഒരു കാര്യം വരുന്നത്. ശരി, എന്നാ നമുക്ക് ഇവനെ ആരാ തോൽപ്പിക്കുന്നതെന്നൊന്ന് നോക്കാം. നീ അതിന് റെഡിയാണോ യുനോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. എന്നിട്ടൊക്കെ കണ്ട് കിളിപ്പോയി നിൽക്കുവാണ് ലൂണറ്റ്സ്. ഗോൾഡൻ ടൗണിലെ 3 പേർ ഉണ്ടായിട്ട് പോലും അവനെ ഒരു പോറൽ പോലും വരുത്താൻ സാധിച്ചില്ല. എന്നിട്ട് അവനെ പോലെയുള്ള ഒരുത്തനെ ബ്ലാക്ക് ബുള്ളിൽ ഒരു സാധാരണക്കാരൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇതേ സമയമാണ് ആ ക്ലോൺ ലൂണറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്നാ പെട്ടെന്ന് അങ്ങോട്ട് വന്ന ലാക്ക് അതിനെ അടിച്ച് താഴെ ഇടുന്നു. ഇവനോ പണ്ട് എൻട്രൻസ് എക്സാമിൽ തന്റെ എതിരാളിയെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ച ബ്ലാക്ക് ബുള്ളിന്റെ അടുത്ത് നിന്ന് വന്ന 3ാമത്തെ മെമ്പർ ഇവനാണോ? എന്റെ ദൈവമേ, ഇവരെ പോലെ ഇളവന്മാരൊക്കെയാണല്ലോ എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് തന്നോട് തന്നെ ദേഷ്യപ്പെടുവാണ് ലൂണറ്റ്സ്. ഇതേ സമയം മിമോസിന്റെ അടുത്തോട്ട് വരുവാണ് നോയൽ. നോയൽ, നീ പറഞ്ഞത് ശരിയാ. ഒരു മാജിക് നൈറ്റ് ആവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്താ ആരാണെങ്കിലും വീണു പോവും. ശരി, നീ നിന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ അവൾക്ക് ചുറ്റും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുവാണ് നോയൽ. ഗോൾഡൻ ടൗണിനെ ഈ സ്ഥിതിയിൽ എത്തിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനിത് ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല. നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ബാറ്റിൽ ഫീൽഡിൽ എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മോറിസ് ഒരുപാട് ക്ലോണുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഒരു ബാറ്റിൽ ഫീൽഡിൽ വീക്കായിട്ടുള്ളവർ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിട്ടാ ഞാൻ ജനിച്ചത് തന്നെ. വീക്കായിട്ടുള്ളവരെ ഒരിക്കലും വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയാണോ? എന്നാ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ ആസ്ത അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്റെ പ്ലാൻ തന്നെ അതാണടാ എന്ന് പറഞ്ഞ് മോറിസ് ആസ്തയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന മോറിസിന്റെ ആ വലിയ സോഡ് തകർത്ത് അതിന്റെ മണ്ടലൂടെ ചാടിക്കേറി അവനെ ഒറ്റ വേട്ട അങ്ങ് വെട്ടുന്നു. തെറിച്ചുപോയ മോറിസ് ഒരു ഭിത്തിയിൽ ഇടിച്ചതും ആസ്തയ്ക്ക് നേരെ ഒരുപാട് ക്രിസ്റ്റലുകൾ അവൻ പറഞ്ഞു വിടുന്നു. അതിലൊന്ന് മോറിസിന് നേരെ പറഞ്ഞു വിടുവാണ് ആസ്ത. അതിൽ നിന്ന് രക്ഷപ്പെട്ട മോറിസ് വീണ്ടും ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാ ആസ്ത എന്നെ സുമ്മാവാ അറഞ്ചം പറഞ്ചടിച്ച് മോറിസിനെ ഒരു തോട്ടിലോട്ട് എടുത്തിടുന്നു. ഇത് കണ്ട് എല്ലാവരും കിളി പോയിട്ട് നിൽക്കുവാണ്. ഓ മാൻ, ഇവരൊക്കെ എങ്ങനെയാ നേരിടുന്നേ? ഞങ്ങളെയാണോടാ വീക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയത് എന്ന് പറഞ്ഞില്ല. അവിടെയുള്ള ക്ലോണുകളെ മൊത്തമായിട്ടും ഇല്ലാതാക്കുന്നു. എന്ന ഇതേ സമയം യുനോയുടെ അടുത്ത് വന്ന ക്ലോണുകളെ അവനും ഇല്ലാതാക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഒരു സാധാരണക്കാരൻ, അവന്റെ അടുത്ത് നിന്നും മാജിക് എനർജി പോലും വരുന്നില്ല. എന്നിട്ട് അവൻ എങ്ങനെയാ ഇത് ചെയ്തേ എന്ന് ചിന്തിക്കുകയാണ് ലൂണറ്റ്സ്. ഹേയ്, ഫൈറ്റ് ഒന്നും ചെയ്യാതെ തോറ്റുപോയവരെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളേ എന്ന് അവരോട് ചോദിക്കുവാണ് നോയൽ. ഓരോരുത്തരും ഓരോ രീതിയിൽ പവർഫുൾ ആണ്. ആസ്തയെ വെച്ച് നോക്കുമ്പോ ഏതു തരത്തിലുള്ള മാജിക് പവറും ക്യാൻസൽ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കും. ഒരു സാധാരണക്കാരൻ എങ്ങനെയാ ഈ പവർ കിട്ടിയേ? ഇങ്ങനെ ഒരു പവർ അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവന്റെ ഭാഗ്യമാണ്. ഇതേ സമയം വെള്ളത്തിൽ വീണ മോറിസിനോട് എന്തു പറ്റി, നീ തോറ്റുപോയോ? ധൈര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വാടാ എന്ന് വിളിച്ചു പറയുകയാണ് ആസ്ത. അപ്പോഴാണ് മോറിസിന്റെ ഗ്രിമോരിൽ നിന്നും ഒരു വലിയ പ്രകാശം പുറത്തോട്ട് വരുന്നത്. ആ വെള്ളത്തിൽ നിന്നും മുഴുവനായിട്ടും ക്രിസ്റ്റലുകൾ പൊന്തി വരുന്നു. പെട്ടെന്നാണ് ആസ്തയ്ക്ക് നേരെ ആ ക്രിസ്റ്റലുകൾ വരുന്നത്. അത് കട്ട് ചെയ്ത ആസ്ത അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആ കട്ട് ചെയ്ത ക്രിസ്റ്റൽസ് ബോൾ പോലെയായ ആസ്തയെ അതിന്റെ അകത്ത് ലോക്ക് ചെയ്യുന്നു. സോ അതിനകത്തു നിന്നും പുറത്തോട്ട് വന്ന ആസ്തയ്ക്ക് നല്ല രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നീ പറ, നീ ആരാ എന്ന് ചോദിക്കുകയാണ് മോറിസ്. ജനിച്ച അന്ന് മുതൽ എന്റെ കയ്യിൽ ഒരു സിംഗിൾ ഡ്രോപ്പ് മാജിക് പോലുമില്ല. എന്നാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഞാനൊരു വിസർഡ് കിങ് ആയി മാറിയിരിക്കും. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യും. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ടൊരു വിസർഡ് കിങ് ആവാൻ സാധിക്കുമെന്ന് എന്ന് പറഞ്ഞ് പരിക്കൊണ്ട് ആസ്ത അവിടെ നിന്ന് എഴുന്നേക്കുന്നു. എന്നിത് കേട്ട് അവന്റെ കയ്യിൽ മാജിക് പവർ ഇല്ലെന്ന് ലൂണറ്റ്സിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അവനെ കണ്ടിട്ട് അവൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇവൻ വിസർഡ് കിങ് ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവനെ നോക്കി ചിന്തിക്കുവാണ് ലൂണറ്റ്സ്. മോറിസ് വളർന്നു വലുതായതിനു ശേഷം നീ എന്താവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു പെൺകുട്ടി അവനോട് ചോദിച്ചതായിട്ട് അവന് ഓർമ്മ വരുന്നു. ഞാൻ ജീവിക്കുന്നത് തന്നെ എല്ലാം ഇല്ലാതാക്കാനാ. ഓ, എല്ലാം ഇല്ലാതാക്കാനാണോ നീ ജീവിക്കുന്നേ? എന്നാ വിസർഡ് കിങ് ആയിട്ട് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാ ഞാൻ ജീവിക്കുന്നത്. ഇത് കേട്ട് മോറിസിന് ഇവിടെയുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാ നമുക്ക് ഈ പവേഴ്സ് എല്ലാം തന്നിരിക്കുന്നത് എന്നാ പെൺകുട്ടി പറഞ്ഞത് ഓർമ്മ വരുന്നു. ഞാൻ ഒരിക്കലും തോറ്റു തരില്ലടാ. അതും നിന്നെ പോലെ ഒരുത്തിന്റെ മുൻപിൽ ഒരിക്കലും ഞാൻ തോറ്റു തരില്ല. എന്റെ പവർ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ എന്ന് ആ സ്ഥാപനം നോക്കി പറയുന്നു. എന്റെ വഴിയിൽ ഒരിക്കലും തടസ്സം നിൽക്കരുത്. ബി ഗോൺ ബിബിൾ. ശരിയാ, ഞാനൊരു ബിബിൾ ആയിരിക്കാം. എന്നാ
ആ കല്ലെങ്ങനെയാ ഒരു ഡയമണ്ട് ഇല്ലാതാക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ ആസ്ത അവനെ ഒറ്റയടി അങ്ങ് അടിക്കുന്നു. തെറിച്ചു വീണ മോറിസിന്റെ ചട്ടികലം എല്ലാം പൊട്ടുന്നു. ഇതോ കണ്ട് ലൂണറ്റ്സ് കീഴെ പോയിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് യുനോ ഒരു കാര്യം ആലോചിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു തരില്ല, തീർച്ചയായിട്ടും ഞാൻ നിന്നെ അടിച്ചിരിക്കും എന്ന് പറഞ്ഞ് യുനോയുടെ വിൻഡ് മാജിക്കിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ്ത. ഞാൻ പറഞ്ഞില്ലേ, തോറ്റു കൊടുക്കാതെ ഫൈറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് യുനോയുടെ മാജിക്കിനെ എതിർത്ത് അവന്റെ അടുത്തോട്ട് വരുവാണ് ആസ്ത. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ആസ്ത എന്ന് പറഞ്ഞ് യുനോ അവനെ തന്നെ നോക്കുന്നു.